ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥിയുടെ വ്യക്തി അധിക്ഷേപത്തിന് ഇരയാകുന്ന ആദ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകൻ താനല്ലെന്ന് ബേപ്പൂരിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പിതൃത്വം ചോദ്യം ചെയ്തത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും മുഹമ്മദ് റിയാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഇന്ന് വരെ രാഹുൽ ഗാന്ധിയുടെ പിതൃത്വം ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. ഞാനിപ്പോഴും ഓർക്കുന്നു ചൂരൽമല ദുരന്തത്തിൻ്റെ ഭാഗമായി മന്ത്രിസഭ ചുമതലപ്പെടുത്തിയ മന്ത്രിമാരിൽ ഒരാളായി അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ MP ആയിരുന്ന രാഹുൽ ഗാന്ധി അവിടെ ഉണ്ട് എന്നറിഞ്ഞ് ഞാൻ അവിടുന്ന് യാത്ര ചെയ്ത് അവിടേക്ക് പോയി അദ്ദേഹത്തെ കണ്ട് സർക്കാർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ സംസാരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹം വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ രാഷ്ട്രീയമായി പല നിലയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനുണ്ടെങ്കിലും ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പാണക്കാട് തങ്ങൾക്ക് യൂത്ത് ലീഗിന്റെ നിലവാരമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചത് ആരാണെന്നും എല്ലാവർക്കും അറിയാമെന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. പാണക്കാട് തങ്ങളെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടിനോട് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിലും അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന, അദ്ദേഹത്തിന് യൂത്ത് ലീഗിൻ്റെ നിലവാരമേ ഉള്ളൂ എന്ന് പറയുന്ന പരാമർശങ്ങൾ ഞാൻ നടത്തിയിട്ടില്ല. ഒരു സംഘടനയെ ഞാൻ ചെറുതായി കാണുന്നില്ല. യൂത്ത് ലീഗ് നിലവാരമില്ലാത്ത ഒരു സംഘടനയാണ് എന്ന് ഉള്ള ഒരു അഭിപ്രായത്തിലേക്ക് ഞാൻ പോകുന്നില്ല. യൂത്ത് ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാടിനോട് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം. യൂത്ത് ലീഗിൻ്റെ നിലവാരമേ പാണക്കാട് തങ്ങൾക്കുള്ളൂ എന്ന അധിക്ഷേപം ഞാൻ ഇന്നുവരെ നടത്തിയിട്ടില്ല. അതിൻ്റെ അപ്പുറത്തേക്കും ഒരു കാര്യവും ഞാനിപ്പോൾ ഇതുപോലെ പത്രസമ്മേളനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത ദിവസം പാണക്കാട് തങ്ങളുമായി ബന്ധപ്പെട്ട വിവാദം വന്ന ഘട്ടത്തിൽ നിങ്ങൾ പലർക്കും അറിയാം, ആദ്യം തന്നെ അത് തെറ്റാണ്, ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല, ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വ്യക്തി അധിക്ഷേപം, ഇത്തരം അസംബന്ധ പ്രചരണങ്ങൾ അതിനോട് ഒരു തരത്തിലും വ്യക്തി അധിക്ഷേപങ്ങളോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ലെന്നും രാഷ്ട്രീയ പ്രവർത്തനമെന്നാൽ ആശയ സംവാദമാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. തിരഞ്ഞെടുപ്പെന്നാൽ ജനാധിപത്യമാണെന്നും മറിച്ച് പണാധിപത്യമല്ലെന്നും ബേപ്പൂർ പണത്തിന് മീതെ പറക്കുമെന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണത്തേതെന്നും മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു.